ബോസ് ഇത്രയും കാലമായല്ലോ, ഏതാണ്ട് ഒരു 10-15 കൊല്ലമായി ഇതിന്റെ മുകളിൽ വർക്ക് ചെയ്യുന്നത്. എങ്ങനെയാണ് നിങ്ങളുടെ ഒരു മനുഷ്യന്റെ ഒരു ജീവിതം എന്നുള്ള രീതിയിൽ എങ്ങനെയാണ് ഈ ബിനാലയുടെ? പേഴ്സണലി വളരെയധികം ഗ്രോത്ത് ഉണ്ടായി. ദ സെയിം ടൈം സാക്രിഫൈസസ് ആർ ദ ഗ്രോത്ത്. സാക്രിഫൈസ് ആണ് അതിൻ്റെ ഉത്തരങ്ങളാണ് നമ്മുടെ ബിനാലയുടെ ഉത്തരങ്ങൾ. സാക്രിഫൈസ് ബേസിക്കലി ഐ വുഡ് സേ ദറ്റ് ഏറ്റവും പ്രധാനപ്പെട്ടത് എൻ്റെ കുടുംബത്തിൻ്റെ സമയം. അത് സെൽഫിഷാകാം, ചിന്തിക്കാം. എനിക്കൊരു മകളുണ്ട്, ഒരു മകനുണ്ട്, ഭാര്യയും. അപ്പം ഇത് ഏറ്റവും കൂടുതൽ നഷ്ടം വരുത്തിയിട്ടുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ എൻ്റെ കുടുംബത്തിലെ അത് ഞാൻ ബേബി സാറിനോട് എൻ്റെ ഭാര്യ പറഞ്ഞിട്ടും കൂടി. ബേബി സാറ് 2010 എൻ്റെ വീട്ടിൽ വന്നതാണ് തുടക്കം. ആ തുടക്കം 2010 മെയ് 30 വരികയും ആ ദിവസത്തിൽ നിന്ന് തുടങ്ങിയതാണ്. ഒരുപക്ഷെ ഗ്രൗണ്ടിലേക്ക് ഇറക്കിയതും ആ സംഭവം തന്നെയാണ്. കേരളത്തിലേക്ക് വരുത്തിയത് ആ സംഭവമാണ്. അല്ലെങ്കിൽ അവിടെ ബീൻ ഇൻ ബോംബെ ഫോർ എവർ. അപ്പൊ എല്ലാം ഒരു നിമിത്തമാണ്. നിമിത്തം ഭഗവാൻ തന്ന നിമിത്തമൊന്നുമല്ല കേട്ടോ. ഇതെല്ലാം നമ്മുടെ പാഷനിന് അനുസരിച്ച് കമ്മിറ്റ്മെന്റ് ആൻഡ് പാഷൻ ടുവേർഡ്സ് ദ വർക്ക്. അപ്പൊ ഐ തിങ്ക് ദാറ്റ് വാസ് ദ ബിഗിനിങ് ഓഫ് മൈ. അപ്പൊ ബിനാലെ വളരെയധികം കാര്യങ്ങൾ തന്നിട്ടുണ്ടെങ്കിലും സാക്രിഫൈസ് ചെയ്തതിൻ്റെ ഉത്തരമാണ് ബിനാലയുടെ. എനിക്ക് തോന്നുന്നു എൻ്റെ കമ്മിറ്റ്മെന്റ് എങ്ങനെയായാലും ഒരു കാര്യം ഏറ്റെടുത്തു കഴിഞ്ഞാൽ അതിൽ 100% ഇൻവോൾവ് ചെയ്യുക എന്നുള്ളൊരു സംഭവമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നഷ്ടപ്പെട്ടിട്ടുള്ളത്, ഐ യൂസ് ടു ഹാവ് എ ഗാലറി. എൻ്റെ ഗാലറി പാർട്ട്ണർ 2 മില്യണേഴ്സ്, അത് ബിർള ഫാമിലിയും യാഷ് ബിർളയും ദേവാൻഷി മേത്ത 2 പേരുടെ കൂടെയാണ് ഞാൻ ഗാലറി നടത്തിക്കൊണ്ടിരുന്നത്. ദാറ്റ് ഈസ് ഇൻ 2008, 9, 10. ആ സമയത്താണ് ബിനാലയെ കുറിച്ചുള്ള ചർച്ചകൾ വരികയും ഞാൻ കംപ്ലീറ്റ്ലി ഐ ഗിവൺ മൈ പാർട്ട്ണർഷിപ്പ്. ബോംബെയിലെ ഏറ്റവും നല്ല ഗാലറികളിലൊന്നായി 2-2.5 വർഷക്കാലം അവിടെ നിൽക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു ബിനാലയെ പറ്റി ബേബി സാറിന് അറിയത്തില്ലായിരുന്നു. ദെൻ റിയാസ് ആ സമയത്തുണ്ടായിരുന്ന സുഹൃത്ത് ബന്ധങ്ങൾ, ഇല്ലെങ്കിൽ പോലും ആ സമയത്തുണ്ടായിരുന്ന സുഹൃത്ത് ബന്ധങ്ങൾ, ഞങ്ങളെ സുഹൃത്തുക്കൾ വിളിക്കുകയും രാത്രിയിലുണ്ടായിരുന്ന ചർച്ചയിൽ നിന്ന് ഉരുത്തിരിഞ്ഞൊരു സംഭവമാണ്. ഈ ബിനാലെ തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് തോന്നുന്നു ഏറ്റവും പ്രധാനപ്പെട്ടൊരു സംഭവം ഡബ്ലൻഡേഴ്സ് എന്ന് പറയുന്നൊരു ഷോ ഞാൻ നടത്തിയിരുന്നു. എവിടെ? അത് ട്രാവലിംഗ് ഷോ ആയിരുന്നു. ട്രാവലിംഗ് ഷോ ആദ്യമായിട്ടാണ് മലയാളികളെ ഇത്രയും അധികം പരിചയപ്പെടുത്തിയ ഷോ അന്ന് നടക്കുന്നത്. 2005 69 മലയാളികളായിട്ടുള്ള കലാകാരന്മാർ ഫ്രം വിവിധ രാജ്യങ്ങളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള ആർട്ടിസ്റ്റുകൾ അവരുടെ വർക്കുകൾ ബോംബെ, ഡൽഹി, ബാംഗ്ലൂർ ആൻഡ് കൊച്ചി അങ്ങനെ നടത്തിയതാണ്. അത് 69 artists. That is my first experience, the largest scale project which is traveled from from Bombay to Delhi to Bangalore to കൊച്ചി വരെ വരികയും അത് ആ സമയത്താണ് മലയാളികൾ ഇത്ര കലാകാരന്മാരുണ്ടെന്ന് നമ്മുടെ നാട് തന്നെ, അതായത് ബോംബെക്കാരും ഡൽഹിക്കാരും ഒക്കെ അറിയുന്നത്. സോ മെനി ബ്രില്യൻ്റ് ആർട്ടിസ്റ്റ്. അത് ഒരു മാധ്യമത്തിൽ നിന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാരല്ല, വളരെ വിവിധ മാധ്യമങ്ങളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ. വീഡിയോ ആർട്ട്, ആ സമയത്തൊക്കെ വീഡിയോ ആർട്ട് ആൻഡ് ന്യൂ മീഡിയ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യുന്ന ജിതീഷ് കല്ലാട്ട് മലയാളിയാണെന്ന് അറിയുന്നത് അന്നാണ്. അല്ലെങ്കിൽ അതെ. അതുപോലെ തന്നെ വളരെയധികം അജീവിയൻ എടുക്കുക, വിവേക് വിലാസിനെ എടുക്കുക. ആർക്കെങ്കിലും പുതിയ ഓപ്പർച്യൂണിറ്റീസ്, കലാധരൻ മാഷിന് പോലും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള അദ്ദേഹത്തിന്റെ വർക്കുകളൊക്കെ വിൽക്കാൻ പറ്റിയതിന്റെ സന്തോഷമൊക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. സോ ദാറ്റ് 69 artists from there to a gallery organizer to a Biennale from my അത് ഒരുപക്ഷെ മറ്റുള്ള കലാകാരന്മാരിൽ താല്പര്യമുള്ളത് കൊണ്ടാണ്. എൻ്റെ വീട് ഒരു അഡ്ഡയായിരുന്നു. ഫോർ all kinds of creative people I used to invite, celebrate life. അങ്ങനെ അല്ല ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് ഇത്രയും വർഷങ്ങളായി എങ്ങനെയാണ് സാറ്റിസ്ഫൈഡ് ആണോ ഈ ഒരു? Absolutely. But what I'm saying is this, ഇന്ത്യൻ കലാരംഗത്ത് കൊച്ചിയെ
കൊച്ചി ഇന്ത്യൻ കലാരംഗത്ത് മാത്രമല്ല, ലോക കലാരംഗത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ബിനാലെ ഒരുപക്ഷെ കൊച്ചി മുസ്ലിം സേനയായിരിക്കും. അത് 316 പരം ബിനാലകളുണ്ട് ലോകത്തിൽ. ഞാൻ കഴിഞ്ഞ വർഷം വെനീസ് ബിനാലെ 1895 തുടങ്ങി, 130 വർഷം മുമ്പ് തുടങ്ങിയതാണ്. പക്ഷെ ഇതൊക്കെ തുടങ്ങുന്ന സമയത്ത് ഒരു ബിസിനസ് മോഡലിലാണ് വെനീസ് ബിനാലെ പോലും ആരംഭിച്ചത്. അതൊരു ആർട്ട് ഫെയർ മോഡലിലാണ് ആരംഭിച്ചത്. പിന്നീടാണ് it is only cutting edge practices and thinking and practices coming there, you know. അപ്പോൾ നമ്മളുടെ ആഗ്രഹം അത് തന്നെയായിരുന്നു. ബിനാലെ നടക്കുകയാണെങ്കിൽ കൊച്ചിയിൽ നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ there is a kind of sustainable model through the architecture you can see. And the heritage places revived again, given life to it. Some of the places are actually taken over by organizations, but I believe that, you know, it has given a site for learning. എന്തിനാണ് ഒരു ബിനാലെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചോദ്യങ്ങൾ ചോദിക്കുന്നതിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, എന്തിനാണ് ഒരു ബിനാലെ? ഞാൻ പഠിക്കുന്ന കാലത്ത് ഇല്ലാതിരുന്ന സംഭവം എന്ന് പറഞ്ഞാൽ, ഒരു ഒറിജിനൽ ആർട്ട് വർക്ക് കാണുവാനുള്ള എൻ്റെ ഓപ്പർച്യൂണിറ്റി തന്നത് ട്രിനാലെ ആയിരുന്നു. 2 പ്രാവശ്യമാണ് എനിക്ക് ട്രിനാലെ കാണാൻ പറ്റിയത്. ഐ തിങ്ക് 2001 ശേഷമോ 2003 ശേഷമോ ആ സംഭവം ഇല്ല. ഓക്കെ, സോ ഐ തിങ്ക് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് ട്രിനാലയിലൂടെ മാത്രമാണ് എനിക്ക് ഒറിജിനൽ കലകൾ കാണാൻ പറ്റിയത്. അത് ചരിത്രപരമായും പറയുകയാണെങ്കിൽ ട്രിനാലെ ലോകത്തിലെ ആദ്യത്തെ ട്രിനാലെ ആരംഭിച്ചത് ഇന്ത്യയാണ്. ഡോക്ടർ മുൽക്കരാജ് ആനന്ദ്, ഒക്ടോവിയ പാസ് ഒക്കെ ഡൽഹി ലളിതകലാ അക്കാദമിയാണ് അത് റിവൈവ് ചെയ്യാൻ ശ്രമങ്ങളൊക്കെ നടന്നിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമ്മളും അതിന്റെ പാർട്ടായിരുന്നു. റിവൈവ് ചെയ്യാൻ നമ്മളെ ക്ഷണിച്ചിരുന്നു, സദാനന്ദ മേനൻ അതുപോലെ കുറച്ച് പേര്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി they could not make it happen. 2005 ഇവൻ വിമാൻ സുന്ദരവും മറ്റുള്ള സുഹൃത്തുക്കളും കൂടി പരിശ്രമം നടത്തി. ഡൽഹി ഗവൺമെന്റ് ഒന്നും സഹായിച്ചില്ല. പക്ഷെ ദാറ്റ് ഒരു നിമിത്തം എന്ന നിലയിൽ ശ്രീ എം എ ബേബി വരികയും അവിടെ നിന്ന് ആരംഭിച്ചതാണ് നമ്മളുടെ. ഇന്ന് ചരിത്രപരമായി നോക്കുകയാണെങ്കിൽ അക്കാദമിക് സ്റ്റഡീസിൽ പോലും, അല്ലെങ്കിൽ ഇഫ് യു ലുക്ക് അറ്റ് ഇറ്റ്, ദ ബിനാലെ എഫക്റ്റ്, ഇന്ത്യൻ ബിനാലെ എഫക്റ്റ് എന്ന് പറയുന്ന ഒരു ബുക്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് ദാറ്റ് ഈസ് ഫ്രം UK. സോ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ ഫസ്റ്റ് എഡിഷൻ ഓഫ് ദ ബൈനൽ അങ്ങനെ ഒരു സംഭവം വരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ that is amazing, and it is an academic reading. It is not just a critical reading of the അത് ഞാൻ ചോദിക്കുന്നത് പേഴ്സണലായിട്ട് ഇപ്പം പറഞ്ഞല്ലോ, പേഴ്സണലായിട്ട് ഒരുപാട് സഫർ ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവും ഇതിനകത്ത്. കാരണം വെച്ചാൽ ഇത്ര വലിയൊരു സംഭവമാണ് ചെയ്യുന്നത്. അതിനകത്ത് ഉള്ള നിങ്ങളൊരു കലാകാരൻ എന്നുള്ള രീതിയിൽ, കലാകാർ എന്നാണല്ലോ ഇപ്പോൾ പറയുന്നത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ അനുഭവിക്കുന്ന നിങ്ങളുടെ വർക്ക് ഓഫ് ഇതുണ്ടല്ലോ, നമ്മൾ ചെയ്യുന്ന വർക്ക്, അതിന് എത്രമാത്രം ബാധിച്ചിട്ടുണ്ട്? അത് എനിക്ക് തോന്നുന്നു എൻ്റെ വർക്ക് 2 തരത്തിൽ കാണാം. ഒന്ന്, ക്യൂററ്റോറിയൽ വർക്ക് നോക്കുകയാണെങ്കിൽ വളരെ മനോഹരമായി പോകുന്നു. ബിനാലെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു വർക്കും കൂടിയാണ്. അതെ, 100% നമ്മുടെ ഒരു വർക്കാണ്. അപ്പോൾ അത് ഇറ്റ്സ് നോട്ട് സഫറിങ്, ബട്ട് പേഴ്സണൽ, ദ അൾട്ടിമേറ്റ് പേഴ്സണൽ സെൽഫിഷ് ആണെങ്കിൽ, ആ സെൽഫിഷ് സംഭവം നോക്കുകയാണെങ്കിൽ I suffered a lot. I used to pay one of the highest taxpayer in Borivali area. Of course, കള്ളന്മാരൊന്നും കൊടുക്കുന്നുണ്ടായിരിക്കില്ല. ദാറ്റ് കൈൻഡ് ഓഫ് ആ സമയത്ത് നിന്ന് ഇവിടെ ഇപ്പോൾ ഓഫ് കോഴ്സ് once in a while I'll show, but it is important that my work is going on. I do design, I do architecture, all these things. പക്ഷെ അതൊരു വലിയ പ്രശ്നമല്ലേ, മനസ്സിലൊരു വലിയ പ്രശ്നം ഉണ്ടാക്കൂലേ? I was supposed to make a home that is also അസ്ഥികൂടമായിട്ട് നമ്മുടെ ആലുവ മലപ്പുറത്തിൻ്റെ ഓപ്പോസിറ്റ് ഏറ്റവും നല്ല പ്രോപ്പർട്ടികളൊന്ന് ഞാൻ വാങ്ങിയത് ഒരു മ്യൂസിയം ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹത്തോട് കൂടിയിട്ടാണ്. അത് 2000 ഞാൻ എൻ്റെ ഗാലറി ഒക്കെ നടത്തുകൊണ്ട് എന്ന സമയത്താണ് 2008-09 കണ്ട വാങ്ങിച്ചതെന്ന്. അപ്പം ദാറ്റ് ഈസ് ഓൾസോ ദാറ്റ് അത് അതിൻ്റെ സ്ട്രക്ചറൽ വർക്കും
ഒക്കെ അങ്ങനെ കിടക്കുക. അല്ല ഞാൻ പറഞ്ഞ ആസ് ആൻ ആർട്ടിസ്റ്റ് നിങ്ങൾക്ക് ഒരു സങ്കടമുണ്ടോ? സങ്കടമൊന്നുമില്ല, സങ്കടപ്പെട്ടിട്ട് എന്ത് കാര്യം? ഐ ഡോണ്ട് ഡ്രീം, ഐ ബിലീവ് ഇൻ മേക്കിംഗ് തിങ്സ് ഹാപ്പൻ. Any kind of situation, as an artist, I believe that chaos is always an important aspect. In my studio, if it is, I don't want a neat table, and I like, if it is chaos, I can make better order out of that chaos. That is also in this creative process. There is one of the most important aspect is the process of making things. That process of materiality, process of reading, process of understanding. That's all going. അത് improvised സംഭവമാണ്. പക്ഷെ അത് നഷ്ടപ്പെടുന്നെന്ന് തോന്നുന്നില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈച്ച് ആൻഡ് എവറി ഷോ വെൻ ഐ ഇൻവോൾവ് വിത്ത് ക്യൂറേറ്റോറിയലി, I am learning so much from space to space. If somebody asks me to sketch something, I can immediately sketch a home, immediately sketch a public space if you want. It's like it comes from the practice of it. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ കരച്ചിലൊന്നുമല്ല. ഓഫ്കോഴ്സ് ഫൈനാൻസ് ആണ് എല്ലാം എന്ന് വിചാരിക്കുമ്പോൾ അല്ല, അങ്ങനെയല്ല. എന്നാലും ഒരു നഷ്ടം ഉണ്ടാവില്ലേ? നഷ്ടം. ബോസ് കൃഷ്ണമാചാരി ആർട്ടിസ്റ്റ് ആണല്ലോ. ആ ആർട്ടിസ്റ്റ് എന്നുള്ള സ്ഥാനത്തിൽ ഒരുപാട് നഷ്ടങ്ങളില്ലേ? സംഭവിച്ചിട്ടുണ്ട്. അല്ലേ? തീർച്ചയായിട്ടും. ആകെ ഞാനൊരു പ്രധാനപ്പെട്ട ഷോ ആണ് ചെയ്തിട്ടുള്ളത് 2019 ഒരു സോളോ ഷോ. ആസ് എ മേജർ ഷോ ഐ വുഡ് സേ ദാറ്റ് വാസ് ഹാപ്പൻഡ് ഇൻ 2019. അതിനുശേഷം പാൻഡമിക് വരുന്നു. സോ ദാറ്റ് ബട്ട് ഇറ്റ് ഈസ് ഓൾസോ ഗിവൺ മീ ആൻ ഓപ്പർച്യൂണിറ്റി. നമ്മുടെ ലോകമേ തറവാട് ഗിവൺ മീ സോ മച്ച്. ആലപ്പുഴ. That given so much of confidence to the Malayali community, not only in Malayali community, in all over India if we take it, or all around the world, 600,000 square feet area-യിൽ നടന്നിട്ടുള്ള കലാപ്രദർശനം അത് ലോകത്തിലെങ്ങും ഉണ്ടായിരുന്നിരിക്കാൻ വഴിയില്ല ആ പാൻഡമിക് സമയത്ത്. സോ 2021 നടത്തിയ ലോകമേ തറവാട് ആ ഷോയും അത് വളരെ പ്രധാനപ്പെട്ട എന്നെ സംബന്ധിച്ചിടത്തോളം. അപ്പം ആ ക്രിയേറ്റീവ് സംഭവം നഷ്ടപ്പെട്ടിട്ടില്ല. ബട്ട് പേഴ്സണലി ഐ ഹാവ് ഡൺ ആസ് എ പെയിൻറ്റിങ് ഓർ സ്കൾപ്ചർ ഷോ. ഐ യൂസ് ടു ഡു ഓൾമോസ്റ്റ് 3 solo show in a year in different cities, different museum spaces or something. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, നമ്മളിപ്പോ ഇത്രയും കാലം ഏതാണ്ട് ഇത്രയും വർഷങ്ങളായല്ലോ. അപ്പൊ എങ്ങനെയാണ് കൊച്ചിയുമായിട്ട് നിങ്ങൾക്ക് കൊച്ചിയായിട്ട് നേരത്തെ ബന്ധങ്ങളുണ്ട്, ഇത് വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുക, അതിൽ ഒരുപാട് സഫറിങ് ഉണ്ടെന്നുള്ളത് നമ്മൾ പറഞ്ഞു. എങ്ങനെയാണ് നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യുന്നത്? എന്നെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് എ പ്രൈഡ്. അപ്പോൾ ആ സഫറിങ് ഒക്കെ അത് ഇറേസ് ചെയ്ത് കളയുന്ന സംഭവമാണ് ആ പ്രൈഡ്. അതായത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ തൊഴിലാളികൾ അല്ലെങ്കിൽ ഞാൻ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അവരുടെ സ്നേഹം, അവരെന്ത് ചെയ്യാനും തയ്യാറായിട്ട് നടക്കുന്ന കുറേ സുഹൃത്തുക്കൾ, അപ്പോൾ അവരുടെ സ്ട്രെങ്ത്ത്, അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്, ഒരു വളരെ മാജിക്കലാണത്. ദാറ്റ് ഗിവ്സ് യു സോ മച്ച് ഓഫ് സ്ട്രെങ്ത്. അപ്പോൾ ദർ ഇസ് അബ്സല്യൂട്ട്ലി ഹാപ്പി അബൌട്ട് ദിസ്. ദാറ്റ് പ്രൈഡ് തിങ് ഒരു മലയാളിക്ക്, ഇന്ത്യക്കാരന്, ഇറ്റ്സ് നോട്ട് ഓൺലി ദ ലോക്കൽ. ഇത് കൊച്ചിയെ സംബന്ധിച്ച് കൊച്ചി ബിനാലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എൻ ഇൻ്റർനാഷണൽ പ്രോജക്റ്റ് സ്റ്റാർട്ടഡ് ബൈ ആർട്ടിസ്റ്റ്. ദാറ്റ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട്. Initiated by artists, run by artists, curated by artists. അപ്പോൾ ഈ 3 aspects ഉള്ളത് ഒരു രാജ്യത്തും അങ്ങനെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. So that is maybe one of the reasons we understand people well. We associate with people, all kinds of level of people. I believe in hedonism as well as low life. So I merge it with, my practice is almost like that. That is there. The pride is everything. അത് ലോകത്തിൽ എവിടെ പോയാലും ഒരു കൾച്ചറൽ സ്പേസിൽ ഐ എം കമ്മിങ് ഫ്രം ദ കൊച്ചി റീജിയൻ, then everybody knows ബിനാലെ. ഇപ്പം നമ്മളിപ്പം ഒരുപാട്, എനിക്കറിയാം എൻ്റെ നാട്ടിലൊക്കെ ഉള്ള കുട്ടികൾക്കൊക്കെ ബിനാലെ പരിചയമുണ്ട്. അത് അങ്ങനെ ഒരു സാധനം ഉണ്ടാക്കിയുള്ള ഒരു ഹാപ്പിനെസ് കേരളത്തിൽ ഒരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ട് ബോസ്. അപ്പം അത് എങ്ങനെയാണ് നോക്കുന്നത്? എങ്ങനെയാണ്? ഞാൻ മിക്കപ്പോഴും അനക്ഡോട്ടുകൾ കുറേ ഉണ്ട്. ഇന്ന് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷനുകളിലൊക്കെ വർക്ക് ചെയ്യുന്ന വ്യക്തികളൊക്കെ സം വേസ് കണക്റ്റഡ് ടു കൊച്ചി ബിനാലെ. എക്സാക്ട്ലി. ഇവിടെ മീഡിയേറ്റേഴ്സ് ആയിരിക്കാം, ഒരുപക്ഷെ ഇവിടെ വളണ്ടിയർ ആയിരിക്കാം,
അല്ലെങ്കിൽ ചിലപ്പോൾ എക്സിബിഷൻ കാണാൻ വന്നിട്ടുള്ള ആൾക്കാരുടെ ലൈഫ് ചേഞ്ച് ആയിട്ട് വന്നിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അത് ദാറ്റ് ഈസ് അമേസിങ്. എനിക്ക് തോന്നുന്നു വി ഹാവ് ടു ക്രിയേറ്റ് മൾട്ടിപ്പിൾ പ്ലേസസ് ലൈക്ക് ദിസ്, ക്രിയേറ്റ് സ്പേസസ്. ദാറ്റ് ഈസ് വാട്ട് വി ഹാവ് ഡൺ. സ്പേസസ് ഫോർ ലേണിംഗ്. അത് കലയായി മാറുന്നൊരു സംഭവമാണ്. ആർക്കിടെക്ചർ, സൈറ്റുകൾ തിരിച്ചറിയാനുള്ള ഒരു സാഹചര്യം നമ്മൾ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് വൺ ഓഫ് ദ റീസൺ എവറിബഡി ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ സ്റ്റാർട്ടിങ് സംതിങ് ലൈക്ക് ദിസ്. എല്ലായിടത്തും നടത്തണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. കോഴിക്കോട്ട് നിങ്ങൾ വന്നിട്ട് ചെയ്തല്ലോ, അങ്ങനെയായിരുന്നു നിങ്ങളുടെ എക്സ്പീരിയൻസ്? അയ്യോ, കോഴിക്കോട് അമേസിങ് ക്രൗഡാണ്. അത് പീപ്പിൾ മേക്ക് ഇറ്റ്. എനിത്തിങ് ഈസ് മെയ്ഡ് ബൈ ദ പീപ്പിൾ. ഐ വുഡ് സേ നമ്മൾ എന്ത് ചെയ്താലും ജനങ്ങൾ സഹകരിക്കുന്നില്ലെങ്കിൽ ദാറ്റ് ഈസ് എ ഫെയിലിയർ, ടോട്ടൽ ഫെയിലിയർ. ഐ ലേൺഡ് ഇറ്റ് ഫ്രം ദാറ്റ്. ഞാൻ ആദ്യം ബിനാലെ ചെയ്യാൻ കാലത്ത്, അതിനു മുമ്പ് യാത്ര ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു ബിനാലെ ഓപ്പണിംഗ് ദിവസം, ബിനാലയുടെ മുമ്പ് ഇതുപോലത്തെ ഒരു സ്ഥലം, അതിൻ്റെ മുമ്പിൽ പിള്ളേർ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളോട് ഞാൻ ഒരു കൗതുകത്തോട് കൂടിയിട്ട് പോയി ചോദിച്ച്, എന്താണ് അവിടെ കുറേ ആൾക്കാർ കൂടിയിട്ടുണ്ടല്ലോ, എനിത്തിങ് ഇൻട്രസ്റ്റിങ്, നമ്മൾക്ക് അറിയണമെന്നല്ല. അപ്പം നൺ ഓഫ് ദിസ്, ആ കുട്ടികൾക്ക് ഒരാൾക്കും അറിയത്തില്ല അടുത്തൊരു മ്യൂസിയത്തിൽ അല്ലെങ്കിൽ പരിസരങ്ങളിൽ ബിനാലെ നടക്കണമെന്ന് അറിയത്തില്ല. That triggered, this is not the way to do a biennial. അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. പിന്നെ എക്സ്പീരിയൻസ് എന്താ പറയും? The people make it, like, and it's the location. It's a public space, when you talk about that site, അത് public spaceലാണ്. And then beachil. And that is people, അത് ഇത്രയും തിരക്കുള്ളൊരു സ്ഥലം ഞാനൊരു മ്യൂസിയത്തിൽ പോലും കണ്ടിട്ടില്ല. അതായത് വി ഹാവ് ടു സ്റ്റോപ്പ് പീപ്പിൾ. 10 മിനിറ്റ് ആൾക്കാർ ഇറങ്ങിപ്പോയതിന് ശേഷമാണ് നമ്മൾ ആൾക്കാർ കയറ്റിവിട്ടത് തന്നെ കുറേ ദിവസങ്ങളിൽ. അപ്പോൾ ദാറ്റ് ഒരു 10 ദിവസം കൊണ്ട് ഒരുപക്ഷെ 1.5 ലക്ഷം 2 ലക്ഷം ആൾക്കാർ അത് കണ്ടിട്ടുണ്ടാവണം. അത് നന്നായിട്ട് വളരെയധികം, it's amazing. Calicut has amazing people and the food and the site. So there is so much potential. In Keralathil valareyadhigam potential undu, different locations with different and also you take Kerala for the Kochi Binalil ninnu inspired aayittulla project alanu. So that itself is അപ്പം വീണ്ടും നമ്മൾ ബിനാലെ വരികയാണ്. Yeah. You are satisfied? Very much. Yeah. Superb. I mean, like, ഈ വർഷം വളരെയധികം ആൾക്കാർ നമ്മളെ സഹായിക്കുന്നുണ്ട്. എന്താണെന്ന് എനിക്കറിയത്തില്ല. ഐ മീൻ ലൈക്ക് നമ്മുടെ ട്രസ്റ്റീസ് ഒക്കെ വളരെ ഇൻവോൾവ് ആണ്. എസ്പെഷ്യലി മരിയം റാം, ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ റിയലി ഓൺ ഗ്രൗണ്ട് ടു ഹെൽപ്പ്, be with me. And that is very important. It's truly, I mean, it's going to grow. We wanted to make this happen, not just the Binale kind of model. Binale as a kind of, every day there is something you can take it from Kochi. അങ്ങനത്തെ ഒരു സംഭവമാണ് എൻ്റെ മനസ്സിലും ഉള്ളത്. അതായത് this should, now this year we are expanded our Binale to 22 venues. Expanded to other part of the city. One is Wellington Island. It's an amazing location. And new water metro helping. So that association we could build with the metro, water metro. It's also interesting. So there are a lot of interesting opportunities for travelers, learners, and the site, So I think it's going to be fantastic, I feel. Yeah. Okay. Thank you. You're welcome. Thank you, boss. Okay.